ഇപ്പം ടെഡി ബിയർ നല്ല സുഖമായിട്ട് ജാസ്മിൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ടെഡി ബിയർ വന്ന കഥയും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജാഫർക്കയും ജാസ്മിൻ്റെ പാരൻസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുത്ത് ക്ലിയർ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ജാസ്മിൻ്റെ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു മുടി കെട്ടി വെക്കണം, കൂടുതൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വേണം ടേസ്റ്റ് നോക്കാൻ. ഇതൊക്കെ ഒരു ഷോയിൽ പറഞ്ഞതിന് മുമ്പ് തന്നെ ഒരു അമ്മ ഒരു മോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ബിക്കോസ് ഷീ ഈസ് മെച്ചുവേർഡ് ഇനഫ് അല്ലേ. ജാസ്മിൻ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫ്ലോർ തുടയ്ക്കാൻ പഠിച്ചു, ബാത്റൂം കഴുകാൻ പഠിച്ചു. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ഞാൻ പെൺകുട്ടികളെന്ന് എടുത്ത് പറയുന്നില്ല, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഈ വക കാര്യങ്ങൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ടൊക്കെ തനിയെ ചെയ്ത് തുടങ്ങേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു വൃത്തിയാണെങ്കിലും മുടി അഴിച്ചിട്ട് കയറാൻ പാടില്ല എന്നുള്ള കാര്യം, സ്വന്തം റൂം വൃത്തിയാക്കി വെക്കാനും എല്ലാം പഠിപ്പിക്കേണ്ടതാണ്. അതൊരു ഈ ഒരു ഏജിലൊന്നും അല്ല അത് പഠിപ്പിക്കേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജാസ്മിൻ്റെ ബെഡിൽ അഫ്സലിൻ്റെ ടെഡി ബിയറാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവിടെ ജാസ്മിൻ നമ്മുടെ സായിയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അഫ്സലിനെ പറ്റിയിട്ട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു പുറത്ത് ചെക്കൻ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ലൈവിൽ ഈ ഒരു സംഭവമേ കേട്ടിട്ടില്ല ഇങ്ങനെ പറയുന്നത്. ഗബ്രിയോട് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അച്ഛൻ വിളിച്ച് സംസാരിച്ച് പ്രശ്നമൊക്കെ പലരും പൊളിച്ചും കമ്മിറ്റഡ് ആണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വാക്ക്, ഈ ഒരു പേര് പുറത്തുനിന്നാണ് ഞാൻ കേട്ടത്, അകത്ത് കേട്ടിട്ടില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ജാസ്മിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല എന്ന്. അത് പരമാർത്ഥമായിരിക്കും. കാരണം എത്ര പേർക്ക് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഇത് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എഡിറ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എഡിറ്റഡ് ആണ്. എഡിറ്റഡ് ഷോയുടെ ഒരു ആക്ടർ എഫക്ട്സും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് ബിഗ് ബോസിൽ കയറിയ കണ്ടസ്റ്റൻസിന് നന്നായിട്ട് മനസ്സിലാവും, ആ എഡിറ്റഡ് വേർഷൻ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അഫ്സലിനെ പറ്റിയിട്ട്, അഫ്സൽ എന്നുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇനി മുന്നോട്ട് ആ ഒരു പാവയെ അഫ്സലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമോ, ഗബ്രിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമോ, അതോ ആ പാവയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമോ, എന്താ ചെയ്യാൻ പോണെന്നൊരു പിടുത്തില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, കമൻറ്റ് ഡേയ്സ് ഞാൻ ജാസ്മിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇതിനു മുമ്പ് ജാസ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ജാസ്മിനെ ഞാൻ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത്. എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ നിൽക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിച്ച് അയാൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും ഞാൻ സംസാരിക്കും. പിന്നെ ഒരു പയ്യൻ പറയുന്നുണ്ട് അത് നല്ല പൈസ കിട്ടുന്നുണ്ടെന്ന്, മഴ ആയതുകൊണ്ട് നനഞ്ഞു പോയി മച്ചാനെ, അവിടെ നിന്ന് അവർ അയച്ചു തന്ന പൈസയൊക്കെ തൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലിൽ നിന്ന് ഉണക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി കൗണ്ട് ചെയ്ത് അറിയാൻ പറ്റും എനിക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സോ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരാളുടെ നല്ല കാര്യം പറയുമ്പോൾ പൈസ കിട്ടിയിട്ടാണെന്നും ഒരാളുടെ ചീത്ത കാര്യം പറയുമ്പോൾ അയാളോടുള്ള അസൂയാണെന്നുള്ള നിലപാടിൽ കൂടെ പോകുന്ന സൊസൈറ്റി കൂടിയാണ് ഞാനും ജീവിച്ചു പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇതൊന്നല്ല സത്യാവസ്ഥ. നിങ്ങൾ പറയുന്ന പോലെ പൈസയും മറ്റു കാര്യങ്ങളൊന്നും അല്ല സത്യാവസ്ഥ, ഉള്ളത് പറയുന്നേ ഉള്ളൂ. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം റിയാലിറ്റി ഷോ ആണ്. അതിൽ കണ്ടസ്റ്റൻസിനെ റിവ്യൂ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ.